friends, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് OnePlus Nordന്റെ അൺബോക്സിംഗ് റിവ്യൂ ആണ്. ഇന്ത്യയിൽ നിലവിലെ ഏറ്റവും വില കുറവിൽ ലഭിക്കുന്ന ഒരു 5G സ്മാർട്ട് ഫോൺ ആണ് OnePlus Nord. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. OnePlus Nordൽ Snapdragon 765G ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 90 Hz റിഫ്രഷ് റേറ്റ് ഉള്ള സ്ക്രീൻ, 48 മെഗാപിക്സലിന്റെ ക്യാമറ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ഈ ഒരു ഫോണിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ, ഫസ്റ്റ് ലുക്ക് റിവ്യൂ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. വരും ദിവസങ്ങളിൽ നമ്മൾ ഗെയിമിംഗ്, സ്പീഡ് ടെസ്റ്റ്, ക്യാമറ, മറ്റു റിവ്യൂകളൊക്കെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ വൈകിക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്യാം. 12GB RAM 256GB ഇന്റേണൽ സ്റ്റോറേജ് മോഡലിന് 29,999 രൂപയാണ് പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ 8GB RAM 128GB ഇന്റേണൽ മോഡലിന് 27,999 രൂപയാണ് വരുന്നത്. നമുക്ക് രണ്ട് കളർ വേരിയൻസിലാണ് നമുക്ക് OnePlus Nord 5G അവൈലബിൾ ആയിരിക്കുന്നത്. ഗ്രേ അതുപോലെ തന്നെ ബ്ലൂ കളർ മോഡൽസ് ആണ്. ഒരു ഡാർക്ക് ഗ്രേ ബോക്സിലാണ് OnePlus Nord എത്തിയിരിക്കുന്നത്. ബോക്സിൻ്റെ മുകളിലായിട്ട് 3 തവണ നോഡ് എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ബ്ലൂ മാർബിൾ കളർ മോഡലാണ്. ഈ ഒരു ഡിവൈസിൽ 8GB RAM 128GB ഇന്റേണൽ ആണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബോക്സ് തുറന്ന് അകത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. ദിസ് വേ നോഡ് എന്നാണ് അവർ ടൈറ്റിലൊക്കെ എഴുതിയിരിക്കുന്നത്. നമ്മൾ സ്റ്റിക്കറൊക്കെ പൊളിച്ച് കളഞ്ഞ് നമുക്ക് നോക്കാം. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് നമുക്ക് ബാക്ക് സൈഡിൽ കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മളിപ്പോൾ ബ്ലൂ കളർ മോഡലാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ബോക്സിൻ്റെ ഒപ്പം തന്നെ നമുക്ക് USB Type-C ചാർജിങ് കേബിൾ, 30 വോട്ടിൻ്റെ ചാർജർ ബ്രിക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് ബ്ലൂ കളറിലൊരു വെൽക്കം ലെറ്റർ OnePlus ഈ ബോക്സിൻ്റെ ഒപ്പം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു മൊബൈൽ കേസ്, ആ കേസുമ്മ ഒരു പാറ്റേൺ, ഒരു ഡിസൈൻ പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്പെറൻ്റ് തന്നെയാണ്, സെമി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രീതിയിൽ. പിന്നെ നമുക്ക് OnePlus Nordന്റെ കുറച്ച് സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. OnePlusന്റെ ലോഗോയുടെയും അതുപോലെ തന്നെ നോഡിൻ്റെ ഒക്കെ സ്റ്റിക്കേഴ്സ് നമുക്ക് കൂടെ തന്നെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബോക്സിൻ്റെ ഒപ്പം നമുക്ക് പതിപോലെ തന്നെ ഡോക്യുമെൻറ്റേഷൻ, അതുപോലെ തന്നെ ഒരു റെഡ് കേബിൾ ക്ലബ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മളത് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 6 months എക്സ്ട്രാ വാറണ്ടി കൂടി നമുക്ക് എക്സ്റ്റെൻഡായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് 6 months എക്സ്ട്രാ വാറണ്ടി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ OnePlus Nordന്റെ അടുത്ത മോഡൽ ഇറങ്ങുമ്പോൾ നമുക്ക് 3000 രൂപ ഡിസ്കൗണ്ട് നമുക്ക് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കും. അത് നമ്മൾ ഈ രജിസ്ട്രേഷൻ്റെ ടൈമിൽ തന്നെ നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരും ഏത് ഓപ്റ്റ് ചെയ്യണമെന്നുള്ളത്. അതുപോലെ തന്നെ 50GB ക്ലൗഡ് സ്റ്റോറേജ്, OnePlusന്റെ ക്ലൗഡ് സ്റ്റോറേജും നമുക്ക് ഈ ഒരു മെമ്പർഷിപ്പ് വഴി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫോണിൻ്റെ റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, അലേർട്ട് കീ, ഫോണിൻ്റെ താഴെ സിം ട്രേ, ചാർജിങ് പോർട്ട്, സ്പീക്കർ, ലെഫ്റ്റ് സൈഡിലാണ് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ. അപ്പോൾ നമുക്കിനി ഫോൺ ഓൺ ചെയ്യാം. OnePlusന്റെ നല്ല അനിമേഷനൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഫോൺ ഇവിടെ ഓൺ ആയിരിക്കുകയാണ്. OnePlus Nordൽ 90 Hz റീഫ്രഷ് റേറ്റും ഫ്ലൂയിഡ് Amoled ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ഫോണിൻ്റെ അബൌട്ട് ഫോൺ സെക്ഷൻ ഒന്ന് എടുത്ത് നോക്കാം. പ്രോസസ്സർ Snapdragon 765G, സ്റ്റോറേജ് 8GB 128GB, പിന്നെ ക്യാമറ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. 48 മെഗാപിക്സലിൻ്റെ ഒരു ലെൻസ്, 8 മെഗാപിക്സലിൻ്റെ ലെൻസ്, 5 മെഗാപിക്സൽ, 2 മെഗാപിക്സൽ, അങ്ങനെയാണ് ക്വാഡ് ക്യാമറ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 32+8 മെഗാപിക്സലിൻ്റെ ഡുവൽ ഫ്രണ്ട് ക്യാമറ, 90 Hz റീഫ്രഷ് റേറ്റ് ഉള്ള ഫ്ലൂയിഡ് Amoled ഡിസ്പ്ലേ ആണ്. അതും 6.44 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് OnePlus Nordൽ നമുക്ക് ലഭിക്കുന്നത്. ആൻഡ്രോയിഡ് വേർഷൻ 10, ഓക്സിജൻ OS വേർഷൻ 10.5. നമുക്ക് 128GB ഇന്റേണൽ സ്റ്റോറേജിൽ 23.04GB ഓൾറെഡി സിസ്റ്റം റിസർവ്ഡ് ആണ്. അതായത് 18% സിസ്റ്റം ഓൾറെഡി യൂസ് ചെയ്തിരിക്കുകയാണ്. ബാക്കിയുള്ള സ്പേസ് ആണ് യൂസേഴ്സിന് അവൈലബിൾ ആയിരിക്കുന്നത്. നമുക്കറിയാം പൊതുവെ OnePlus ഫോണുകളിൽ എക്സ്പാൻഡബിൾ മെമ്മറി കാർഡ് ഓപ്ഷൻ നമുക്ക് ഉണ്ടാവാറില്ല. അപ്പോൾ ഈ ഡിവൈസിലാണെങ്കിലും നമുക്ക് കൂടുതൽ മെമ്മറി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും 256GB ഇന്റേണൽ ഉള്ള വേരിയൻറ്റ് നമ്മൾ എടുക്കേണ്ടി വരും. നമുക്ക് OnePlus Nordന്റെ സാർ വാല്യൂ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹെഡ് വെയ്റ്റ് 1.08, ബോഡി വെയ്റ്റ് 0.78. പിന്നെ അതുപോലെ തന്നെ ഫേസ് റെക്കഗ്നിഷൻ വളരെ കൃത്യമായിട്ട് തന്നെ OnePlus Nordൽ വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ എഫിഷ്യൻ്റ് തന്നെ നമ്മുടെ ഫേസ് കൃത്യമായിട്ട് അൺലോക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ആണെങ്കിലും ഫാസ്റ്റായിട്ട് തന്നെ ഫോൺ അൺലോക്ക് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ നല്ല ഇംപ്രഷൻസ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് ഫിംഗർ പ്രിൻറ്റ് അനിമേഷൻ എഫക്റ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ സെറ്റിംഗ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഇത് ചൂസ് ചെയ്ത് നമുക്ക് അത് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ക്യാമറ ആപ്ലിക്കേഷനിലേക്ക് വരാണെങ്കിൽ ടൈം ലാപ്സ്, പനോർമ, സ്ലോ മോഷൻ, വീഡിയോ, ഫോട്ടോ മോഡ്, പോർട്രേറ്റ്, നൈറ്റ് സ്കേപ്പ്, പ്രോ മോഡ്, അങ്ങനെ ഒരുപാട് ഇൻബിൽട്ട് ഫീച്ചേഴ്സ് തന്നെ നമുക്ക് ഇൻബിൽട്ട് ക്യാമറ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ അതുപോലെ തന്നെ വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്, നമുക്ക് റിയർ ക്യാമറയിൽ മാക്സിമം
180p 60 ഫ്രെയിം പെർ സെക്കൻഡിൽ വരെ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. 4K ആണെങ്കിൽ നമുക്ക് മാക്സിമം 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിലേക്ക് വരാണെങ്കിൽ നമുക്ക് 180p 4K വീഡിയോ നമുക്ക് 60 ഫ്രെയിം പെർ സെക്കൻഡിൽ വരെ മാക്സിമം റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ നല്ല മഴയൊക്കെ ആയ കാരണം ആ മഴയുടെ ഒരു ഗ്യാപ്പിൽ പെട്ടെന്നെടുത്ത കുറച്ച് ഇമേജ് സാമ്പിൾസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. കുറച്ച് ക്ലൗഡി ആയിട്ടുള്ളൊരു സമയത്താണ് നമ്മൾ ഈ ഒരു ഫോട്ടോസൊക്കെ എടുത്തിരിക്കുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്യാമറ റിവ്യൂ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളതിൻ്റെ കൂടുതൽ പോസിറ്റീവും നെഗറ്റീവ്സും ഒക്കെ നമ്മൾ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് OnePlus സീരീസിൽ നമുക്ക് അവൈലബിൾ അല്ല. ഇവിടെ നമുക്ക് സിം ട്രേ ആണെങ്കിൽ നമുക്ക് രണ്ട് സൈഡിൽ നാനോ സിം നമുക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരെണ്ണം ടോപ്പ് സൈഡിലും ഒരെണ്ണം ബോട്ടം സൈഡിലും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് OnePlus നോഡിൽ അതിൻ്റെ ഒരു സിസ്റ്റം വരുന്നത്. നമുക്ക് 5G യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു സിമ്മിലാണ് 5G അറ്റ് എ ടൈം നമുക്ക് ലഭിക്കുക. 4G ആണെങ്കിൽ ഡുവൽ 4G സപ്പോർട്ടഡ് ആണ്. OnePlus നോഡിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു അലേർട്ട് കീ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പ് സൈഡിലേക്ക് സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ സൈലൻറ്റ് മോഡ്, മിഡിൽ പൊസിഷനിലേക്ക് നമ്മൾ അതിനൊന്ന് സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ വൈബ്രേറ്റ് മോഡ്, ഏറ്റവും താഴത്തേക്ക് നമ്മളൊന്ന് സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ അത് റിംഗ് മോഡിലായിരിക്കും. നമുക്ക് അപ്പോൾ ഇതൊന്ന് സ്വിച്ച് ചെയ്യാനായിട്ട് നമുക്ക്, അതായത് വൈബ്രേഷൻ, റിംഗ് മോഡ്, സൈലൻറ്റ്, അതൊക്കെ ഒന്ന് സ്വിച്ച് ചെയ്യാനായിട്ട് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. അധികം ഫോണുകളിൽ നമ്മൾ അത്തരം ഫീച്ചറുകൾ കാണാറില്ല. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വരും ദിവസങ്ങളിൽ OnePlus നോഡിൻ്റെ മറ്റു റിവ്യൂകളൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.